കരിയർ ഓപ്പർച്യൂണിറ്റീസിനെക്കാളും റിസർച്ച് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഐസറിന്റെ ഒരു ഇതെങ്ങനെയാണ്, അതിന്റെ സാധ്യതകൾ എന്താണ്, ഉപരിപഠന സാധ്യത എന്താണ്, ജോലി സാധ്യത എന്താണ്, ഞങ്ങൾ തന്നെ അവളെ അറിയിക്കാതെ ഞങ്ങൾ അന്വേഷിച്ചു. മോൾക്ക് തന്നെ ഇങ്ങോട്ട് പറയായിരുന്നു, എനിക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കണം, കുറേ കാലം പഠിക്കണം, റിസർച്ച് ചെയ്യണം എന്നൊക്കെ പറയും. കാരണം അവിടെ ഒരു പഠന രീതിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളൊരു ആ ഒരു ഡയറക്ഷൻ കൊടുത്ത് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കോഴ്സിന് പോകണമെന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. ഒരു റിസർച്ച് പിന്നെ വിഷയമാണ്. നമ്മൾ ആദ്യം ഗ്രാജുവേഷൻ തന്നെയാണ്, തുടക്കം മുതലേ റിസർച്ചാണ്. ഐസർ വേറൊരു ഫ്രെയിമാണല്ലോ, അവിടെ കുറച്ചും കൂടെ ഒരു പ്യുവർ സയൻസിനും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പം പിന്നെ എല്ലാവരും ഐസർ എന്ന് പറയുമ്പോൾ നീറ്റ് പോലെ തന്നെ എല്ലാവരും അതിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പം ഇന്ന് ജൂൺ 7-ാം തീയതിയാണ്. ഞാനിപ്പം കാലിക്കറ്റാണ് നിൽക്കുന്നത്. ഇന്ന് കാലിക്കറ്റ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരുപാട് ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ടെസ്റ്റ് സെൻറ്റേഴ്സിനൊക്കെ ചുറ്റും പാരൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എത്രത്തോളം പാരൻസ് കുട്ടികൾ ഐസർ എന്ന് പറയുന്ന സമയത്ത് പാരൻസ് എത്രത്തോളം ഐസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം എന്നുള്ളത് വിചാരിച്ചു. കാര്യം കുട്ടികളുടെ അടുത്ത് ഇപ്പം സാമാന്യം ഐസറിനെ പറ്റിയൊക്കെ നല്ല അവയർനെസ് ഉണ്ട്. ഇതേ റൈറ്റ് അവയർനെസ് പാരൻസിലേക്കും എത്തുന്നുണ്ടോ എന്നുള്ളൊരു റിയാലിറ്റി ചെക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പാരൻസിന് ഐസറിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെന്നും ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ കുറിച്ച് അറിയോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സാറേ, മോളാണോ മോനാണോ? മോള്. അപ്പോൾ ഈ ഐസറിനെ കുറിച്ച് ആദ്യമായിട്ട് മോള് പറയുന്ന സമയത്ത് സാറിന് എത്രത്തോളം ഐസറിനെ കുറിച്ച് ഇൻഫോംഡ് ആയിരുന്നു? ഐസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് സ്ഥാപനമാണെന്ന് എനിക്കറിയാം. പിന്നെ റിസർച്ച് ചെയ്യാൻ സയൻസിനെ കുറിച്ചുള്ള ഓരോരോ സയൻസ് സബ്ജക്റ്റിനെ കുറിച്ച് റിസർച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് എനിക്കറിയുന്നത്. അപ്പം മോളിങ്ങനെ ഒരു ഫീൽഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എത്രത്തോളം സാർ അതിനെക്കുറിച്ച് അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു? കരിയർ ഓപ്പർച്യൂണിറ്റീസിനെക്കാളും റിസർച്ച് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 4 വർഷം കൊണ്ടൊരു ഡിഗ്രി പഠിക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഹയർ ഓപ്ഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് റിസർച്ചിന് പോവാം, അല്ലെങ്കിൽ ഡിഗ്രി വെച്ച് വേറെ കോഴ്സുകൾ പഠിക്കാൻ പോവാം. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. മോള് ഐസറാണോ പ്രൈമറി ഫോക്കസ്, അതോ എന്തെങ്കിലും ബാക്കപ്പ് ആയിട്ടാണോ വെക്കുന്നത്? അല്ല, മോള് ഈ മറ്റേ മാത്സ് വെച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഐസറും ഒരു കൺസിഡറേഷനിലുണ്ട് എന്നുള്ള രീതിയിൽ. മോള് ആദ്യമായിട്ട് ഐസറിനെ കുറിച്ച് ഇങ്ങോട്ട് പറയുകയായിരുന്നു ചെയ്തിരുന്നത്, അതോ സാറും മാമും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു? ഞങ്ങൾ ഇൻട്രസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ലായിരുന്നു. പിന്നെ അവളുടെ റൂമിൽ തന്നെ ഒരു ദിവസം ഞങ്ങൾ കണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തന്നെ ഐസറിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പഠനം തുടങ്ങി ഒരു മൂഡുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നിയപ്പോൾ ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഞങ്ങളങ്ങനെ അന്വേഷിച്ചു ഐസറിന്റെ ഒരു ഇതെങ്ങനെയാണ്, അതിന്റെ സാധ്യതകൾ എന്താണ്, ഉപരിപഠന സാധ്യത എന്താണ്, ജോലി സാധ്യത എന്താണ്, ഞങ്ങൾ തന്നെ അവളെ അറിയിക്കാതെ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം നോക്കിയപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾക്ക് ആ സയൻസ് ഫീൽഡിനോടും റിസർച്ച് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹമെങ്കിൽ ആ ഫീൽഡിലൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഐസറാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത്. പക്ഷെ കുറഞ്ഞ് ഇപ്പം വെച്ചാൽ +2 കഴിഞ്ഞപ്പോൾ CBSEന്റെ ആ ഇതൊക്കെ വന്നല്ലോ, ആ സമയത്ത് അവർക്കൊരു മനമാറ്റം, കുറച്ച് നീറ്റൊന്ന് ടെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ കിട്ടിയാൽ പോകാനാണ് പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. ചോയ്സ് ഐസർ തന്നെ ആയിരുന്നു. ഇപ്പോഴും അതിന്ന് വിട്ടില്ല. പക്ഷെ വേറെ ഇവിടെ കുട്ടികൾ ഫ്രണ്ട്സുകളൊക്കെ നീറ്റിന് പോകുന്നുണ്ടപ്പോ അങ്ങനെ അങ്ങോട്ടൊരു മനംമാറ്റം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ആദ്യം മുതലേ പോലെ അല്ലല്ലോ, ഇതിന് ജോലി സാധ്യത എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോ നോക്കുമ്പോൾ ഒരു ഡോക്ടറെ കഴിഞ്ഞാൽ വീട്ടിനടുത്തൊരു ക്ലിനിക്ക് ഇട്ടാലും അതിനൊരിതുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ജോലി സാധ്യത അവരെ ഇതിനനുസരിച്ചിരിക്കും, അവരെ പിന്നെ പഠിപ്പിനനുസരിച്ച് റിസർച്ച് ചെയ്യാനുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. അപ്പൊ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ അവരുടെ ഇത് നല്ലൊരു കരിയറായിട്ടാണ് തോന്നുന്നത് ഐസർ ഫീൽഡ്. കാരണം കുട്ടികളുടെ ഒരു ഗവേഷണ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വിടുന്നത് നല്ലത്. ഞാൻ പറഞ്ഞു അവൾക്ക്, അതായത് നമ്മളെ ഇന്ത്യയില് ഡോക്ടേഴ്സിന് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത്രയും സയന്റിസ്റ്റുകളെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ ഫീൽഡ് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മൾ വളർത്തി കൊണ്ടുവരാന്ന്. അപ്പൊ അതിനോട് ഞങ്ങൾ യോജിച്ചു. ഞങ്ങൾ അതിനോടൊരു പരീക്ഷ നോക്കിയിട്ട് പറയാൻ മോള് പറയുമ്പോഴേ മോൾക്ക് തന്നെ ഇങ്ങോട്ട് പറയായിരുന്നു, എനിക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കണം, കുറേ കാലം പഠിക്കണം, റിസർച്ച് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോഴിങ്ങനെ പല സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുമ്പോഴും ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ടോപ്പായിട്ടുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളെ പറ്റി പറയായിരുന്നു. അപ്പോൾ ഐസർ തന്നെ അവൾ തന്നെ പലയിടത്തുള്ള കോഴ്സുകളെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം വന്നതാണ്. ഇന്നത്തെ കുട്ടികൾ പിന്നെ പൊതുവേ നമ്മളെപ്പോലെയല്ല, അവർ തന്നെ കുറേ
റിസോഴ്സ് അവരുടെ കയ്യിലുണ്ടല്ലോ, അവർക്ക് നോക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ട്. അപ്പം മാമിന്റെ അടുത്ത് മോൾ ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞ സമയത്ത് മാം ഐസറിന് ശേഷമുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു അധ്യാപികയാണ്, എന്നാൽ കൂടി സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. എന്നാൽ കൂടി എന്നേക്കാൾ നന്നായിട്ട് അവളതിൽ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കോൺഫിഡൻസ് മോളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പോവുക തന്നെ ചെയ്യും. സത്യം പറഞ്ഞാൽ മോളല്ല അത് ഒപ്റ്റ് ചെയ്ത്, മോൾക്ക് ഇഷ്ടമാണ് ഒപ്റ്റ് ചെയ്ത് മോളല്ല, അങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുത്തത് ഞങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പം +2 മോള് പഠിക്കുന്ന സമയത്ത് മോള് അത്യാവശ്യം ബ്രില്യൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ചിട്ടില്ല, ചെറുപ്പം മുതൽ തന്നെ നമ്മൾ നിരീക്ഷിക്കുമ്പം അവൾ PCM-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് മേടിച്ച് പഠിച്ചു വരുന്ന കുട്ടിയാണ്. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലേ, ഇവിടെ ഒരു ഏത് ലെവലിലേക്ക് വിടണം എന്നുള്ളൊരു കണ്ടെത്തലിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അന്ന് മുതൽ ചെറുപ്പം മുതൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. പല വിഷയങ്ങൾ. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. എൻ്റെ വൈഫ് ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്. മൂത്ത മോനുണ്ട്, മൂത്ത മോൻ ബിടെക് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അവൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ആളാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഈ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഏതാണ് പറ്റുന്നതെന്ന് ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയുന്ന ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം അവിടെ ഒരു പഠന രീതിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളൊരു ആ ഒരു ഡയറക്ഷൻ കൊടുത്ത്, നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇന്ന കോഴ്സിന് പോകണമെന്ന് നമ്മളവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ മാത്സൊക്കെ സാധാരണ എല്ലാവരും എഴുതിയാണല്ലോ പഠിക്കുക, ചെയ്താണല്ലോ പഠിക്കുക, ഫുള്ള് വായിച്ചാണ് പഠിക്കുക. പക്ഷേ അവൾക്ക് ഫുൾ മാർക്കുണ്ട്. നമ്മൾ പലവട്ടം, ഞാൻ മാത്തമാറ്റിക്സാണ് ഗ്രാജുവേഷൻ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ ഇങ്ങനെ മാത്സ് പഠിക്കേണ്ടത് എഴുതിയാണ്, ചെയ്ത് പഠിക്കണം എന്ന് പറയുമ്പം അവൾക്കത് ഇതാണ് കംഫോർട്ട്, അവൾ വായിച്ചിട്ടാണ് പഠിക്കുക. പക്ഷേ എപ്പോഴും ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു, നമ്മുടെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, നീറ്റ് പറഞ്ഞു കൊടുത്തു, ജെയുടെ കാര്യം പറഞ്ഞു കൊടുത്തു. പിന്നെ ഐസർ ഞാൻ അറിയുന്നൊരു 4 കുട്ടികളുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായ ആളുകളുടെ മക്കൾ ഐസർ ക്വാളിഫൈ ചെയ്ത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത മാത്രമാണ് ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇപ്പം +2 കഴിഞ്ഞിരിക്കുമ്പം നീറ്റ് ആദ്യം അവൾ പറഞ്ഞു മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെയും അവൾക്കൊരു എഞ്ചിനീയറിങ്ങിനോടാണ് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിൻ്റെ ഇഷ്ടത്തിന് നീ പഠിക്കാൻ പോയിക്കോ. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയും കൂടെയുണ്ട്. സയൻസ് റിസർച്ച്, ഇതൊരു റിസർച്ച് പിന്നെ വിഷയമാണ്. നമ്മൾ ആദ്യം ഗ്രാജുവേഷൻ തന്നെയാണ്, തുടക്കം മുതലേ റിസർച്ചാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കോപ്പുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പം അവൾക്കൊരു താല്പര്യം. അപ്പോൾ അവൾ തന്നെ ആ സമയത്താണ് അത് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് താല്പര്യമുണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം, കിട്ടണ നിർബന്ധമൊന്നുമില്ല, ഒരു വർഷം എന്തായാലും കോച്ചിങ്ങിന് പോകാം, ജെയുടെ കോച്ചിങ്ങിന് ചേരാം എന്തായാലും. അതിനുശേഷം അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള നിലയിലാണ് ഇപ്പം നമ്മൾ അവളെ കോച്ചിങ്ങിന് വേണ്ടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ പത്രങ്ങളിലും കരിയർ കോളം, അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലും ഒക്കെ ഈ കരിയറുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഐസർ അതിലൊരു മുഖ്യ സംഗതിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. സാധാരണ നീറ്റ് പോലെ തന്നെ ഐസറും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു വികായ അല്ലെങ്കിൽ ഒരു സാമാന്യ ധാരണ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ നീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണല്ലോ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള പോക്ക്. അപ്പൊ അതൊന്നൊക്കെ മാറി മെയിനായിട്ട് ഐസറാണോ നമ്മളുടെ ഫോക്കസ്? അല്ല, അവള് നീറ്റായിരുന്നു റിപ്പീറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം മിക്കവാറും സ്കൂളുകളിലൊക്കെ ഐസർ ഫോക്കസ് ചെയ്ത് സംസാരിക്കാറുണ്ട് ആളുകൾ. കരിയർ ഗൈഡൻസിൻ്റെ ആൾക്കാരൊക്കെ ഐസർ വേറൊരു ഫ്രെയിമാണല്ലോ, അവിടെ കുറച്ചും കൂടെ ഒരു പ്യുവർ സയൻസിനും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കുട്ടികളെ അവെയറാണ്. അപ്പോൾ പ്യുവർ സയൻസിൽ താല്പര്യമുള്ള, ആ മേഖലയിൽ റിസർച്ച് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഐസർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്നുള്ളൊരു ധാരണ കുട്ടികൾക്കുണ്ട്. രക്ഷിതാവ് എന്ന നിലയിൽ ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ അറിയില്ല, അങ്ങനെയാണ് എൻ്റെ സാമാന്യ ധാരണ. ഇപ്പം സാറ് മോൾ ഐസറിൽ എത്തിപ്പെട്ടെന്ന് വിചാരിക്കുക, അവിടെ 5 വർഷം കഴിഞ്ഞിട്ട് എന്തൊക്കെ സാധ്യതകളാണ് മോളുടെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ? അതും ഒരുപാട് ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷെ ഐസറിൽ പഠിച്ച് വിദേശത്ത് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ റിസർച്ച് ചെയ്യുന്ന പരിചയത്തിലുള്ള കുടുംബത്തിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ റിസർച്ച് സാധ്യതകളെ കുറിച്ചൊക്കെ
സാമാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു റിസർച്ചിന് സാധ്യതയുള്ള അല്ലെങ്കിൽ റിസർച്ചിന് ഫോക്കസ് ചെയ്യുന്ന ഒരു കരിക്കുലമാണ്. മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു സാധാരണ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു തിയററ്റിക്കൽ ഓറിയൻറ്റഡ് മാത്രമല്ല, ഇതിൽ തിയററ്റിക്കൽ ബേസ് പ്ലസ് റിസർച്ച് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയൊരു ധാരണ. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും പുറത്തും ധാരാളം ഗവേഷണ സാധ്യതകളുണ്ട്. കുട്ടികൾക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും ഐസറുകാർക്ക് എന്നുള്ള ഒരു ധാരണയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം പിന്നെ എല്ലാവരും ഐസർ എന്ന് പറയുമ്പോൾ നീറ്റ് പോലെ തന്നെ എല്ലാവരും അതിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾ അതിന് ഇപ്പം നീറ്റ് കിട്ടിയ കുട്ടികൾ തന്നെ ഐസർ പോയത് അറിയാം. അങ്ങനെയും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല ഒരു ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ. ഒരു 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് നല്ലത് തന്നെയാണ് കുട്ടികൾക്ക്. ഞാൻ മോളെ അപ്ലൈ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഐസറിനെ കുറിച്ച് കഴിഞ്ഞ് വ്യക്തമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്കില്ല. അവളിപ്പം മെഡിക്കലിനാണ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നീറ്റിന് 98% മാർക്കുണ്ട്, ഫുൾ മാർക്ക് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണത്തിൽ ഇപ്പോൾ ചന്ദ്രയാന് അതുപോലെ ISRO ഇതൊക്കെ കേട്ട മക്കൾ ആ ഗവേഷണത്തിൻ്റെ ഫീൽഡിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് തന്നെ വെച്ചാൽ ഈ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ അനുസരിച്ച് ഇത് എന്തോ ഹൈലൈറ്റ് ആണ്, പിന്നെ അത് അവിടെ എത്തിപ്പെട്ടാൽ കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയിലാണ് അവർ. എത്രത്തോളം താല്പര്യം കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അവൾക്ക് മെയിനായിട്ട് എടുക്കുന്നത് അവർ മെഡിക്കലാണ് നോക്കുക. അവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലായാലും പിന്നെ അല്ലാണ്ടായാലും ആ കോട്ടിട്ട് നടക്കുന്ന അതൊരു ത്രില്ലാണല്ലോ എന്നുള്ള അല്ല, എനിക്ക് പ്രത്യേകിച്ചില്ല. അവർക്ക് ഉദ്ദേശിച്ചത് ഏതാണ് ആ ഫീൽഡിലേക്ക് പോകാന്നുള്ള. പക്ഷേ ഇപ്പം മോൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് നേരെ വിപരീത വന്ന് അവനും ഇത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതി. പക്ഷേ അതിൽ കുറഞ്ഞ മാർക്കിൽ പോയതുകൊണ്ട് അവനിപ്പോൾ പിന്നെ അക്കൗണ്ടിങ് ഫീൽഡിലാണ് CA ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു മോട്ടിവേഷനാണ് കുട്ടി. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് വിടുക എന്ന് അപ്പം പേരൻസിനോട് പറയുന്നത്. അല്ലാണ്ട് പേരൻസ് നിർബന്ധിച്ചപ്പോൾ ഒരു കുട്ടീനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് വിടുമ്പോൾ അവരെന്താണോ പറയുന്നത് അവർ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഈ എക്സാമിന് കൊടുത്തും ഇത് എഴുതാൻ. താങ്ക് യു സോ മച്ച്.